ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ദൈവവചനത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ വചനത്തെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പൊരുൾ? ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പിടികിട്ടിയിട്ടുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, ദൈവം ശബ്ദം മാത്രമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. ദൈവം വചനം മാത്രമായിരുന്നു. അതായത് രൂപമില്ലാത്ത ഒരു ശക്തി, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, എന്നാൽ ഒരുപക്ഷെ ചില വ്യക്തികൾക്കെങ്കിലും ശബ്ദം മാത്രം ശ്രവിക്കാൻ പറ്റുന്ന ഒരു ശക്തി. അപ്പോൾ അവിടുന്ന് അങ്ങിൽ നിന്ന് പുറപ്പെട്ടതെല്ലാം വചനം. ആ വചനം എവിടെയൊക്കെ വീണോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ വചനം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ മനുഷ്യനായിട്ട് രൂപപ്പെട്ടു. ഉൽപ്പത്തിയുടെ സുവിശേഷം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഉള്ള ഭാഗങ്ങളിൽ ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. അത് കഴിഞ്ഞിട്ട് അവിടെ അരുളി ചെയ്തു, കരയുണ്ടാകട്ടെ. അതായത് വെള്ളത്തിന് മുകളിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് അവിടെ അരുളി ചെയ്തു. അങ്ങനെ കര രൂപപ്പെട്ടു. അപ്പോൾ അതിനു മുമ്പ് ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ നാനാദിക്കിലേക്ക് പകഞ്ഞു മാറ്റി അവിടുന്ന് കരയെ രൂപപ്പെടുത്തി. അങ്ങനെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ഓരോന്നും വായിക്കുമ്പോൾ അവിടുന്ന് ഓരോന്നിനെ അവിടുന്ന് അവിടുത്തെ വചനത്താൽ രൂപപ്പെടുത്തി. വചനത്തിലൂടെ അവിടുന്ന് ഉണ്ടാക്കി സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യനെ ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മണ്ണ് കുഴച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കിയതിനു ശേഷം അവനിലേക്ക് തന്റെ ജീവനെ ഊതി അവന് ജീവൻ നൽകുകയാണ് ചെയ്തത്. മനസ്സിലായോ? മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തിനെയും ദൈവം തന്റെ വചനത്താൽ ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യനെ മാത്രം അവിടുന്ന് പ്രത്യേകമായിട്ട് തന്റെ രൂപത്തിലാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ രൂപം എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ കണ്ണാടിയിൽ പോയി നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അക്രമി സംഘത്തിന്റെ കയ്യിലകപ്പെട്ടു. അവര് അയാളെ കൊള്ളയടിച്ച് അയാളുടെ കയ്യിലുള്ളതെല്ലാം കരസ്ഥമാക്കിയതിനു ശേഷം അയാളെ കൊന്നുകളയാൻ വേണ്ടി പ്ലാനിട്ടു. ആ മനുഷ്യൻ തനിക്കറിയാവുന്ന ഒരു വചനം, അതിലുപരിയായിട്ട് ആ സന്ദർഭത്തിൽ തനിക്ക് രക്ഷപ്പെടാൻ, തന്നെ രക്ഷിക്കാൻ ദൈവം കടന്നു വരുന്ന ഒരു വചനം അദ്ദേഹം നിരവധി പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഇതിന്റെ കൊട്ടേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ വചനമുള്ളത്. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അവിടുന്ന് ഒത്തിരി തവണ ആ മനുഷ്യൻ ഈ വചനം ഉരുവിട്ടപ്പോൾ ഓരോരുത്തരായി ആ അക്രമ സംഘം എല്ലാവരും പിന്തിരിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവർ, വചനത്തിന്റെ ശക്തി അത് എത്ര വർണ്ണിച്ചാലും മതിയാകുകയില്ല. എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ചിലപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് എനിക്കത് കടവഴി സാധനങ്ങൾ സപ്ലൈ ചെയ്തൊരു ഒരു കച്ചവടമുണ്ട്. 2020 ഡിസംബറിൽ ഞാൻ തുടങ്ങിയ കച്ചവടം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കൊറോണ കൊണ്ടുപിടിച്ച് നിൽക്കുന്ന സമയമാണ്. വണ്ടിയിൽ ഫുഡ് ഐറ്റംസ് ഒന്നും വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മാസ്ക് ധരിക്കണം, അതുപോലെ എന്നാ പറയണ്ടേ, അതിനുള്ള ചില സ്പ്രേയും കാര്യങ്ങളൊക്കെ കരുതണം. അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം കരുതിയിട്ട് വേണം, അത് വണ്ടിയിൽ കരുതിയിരിക്കണം. എന്നിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും പോലീസ് കടത്തി വിടിയല്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മനുഷ്യന് തന്നെ പുറത്തിറങ്ങാൻ വളരെ പ്രയാസമുള്ള സാഹചര്യത്തിൽ നാട് മുഴുവൻ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എല്ലാ ദിവസവും 91 സങ്കീർത്തനം ചൊല്ലി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് പോകുന്നുണ്ടായിരുന്നു. 91 സങ്കീർത്തനം, 121 സങ്കീർത്തനം, സങ്കീർത്തനം 23, അതുപോലെ മികാൽ മാലാഖയുടെ പ്രാർത്ഥന, ഇതൊക്കെ ചെല്ലുമായിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ചെല്ലിയിരുന്നത് 91 സങ്കീർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര കാലം കൊറോണയുടെ ആ ഭീഷണി ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം പോലും എന്നെ കൊറോണ ബാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന്റെ ശക്തി ഏതാണ്?
നിങ്ങൾ ഒരുപക്ഷെ ഈ വചനം കേട്ടിട്ടില്ലെങ്കിൽ, വചനം വായിച്ചിട്ടില്ലെങ്കിൽ സങ്കീർത്തനം 91 വായിച്ചു നോക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് അത് അറിഞ്ഞു തുടങ്ങി അത് ദിവസവും അത് വായിക്കുക, അത് പഠിക്കുക. ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ പോകാവുള്ളൂ. കാരണം ദൈവം ഒരു മനുഷ്യനിലേക്ക് വെച്ച് നീട്ടുന്ന ആ ഏറ്റവും വലിയ സംരക്ഷണത്തിന്റെ വചനമാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ആജ്ഞാവചനങ്ങളുണ്ട്. അന്ധകാര ശക്തിക്കെതിരെ ഉള്ള ആജ്ഞാവചനങ്ങളുണ്ട്. ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ അന്ധകാര ശക്തി നമ്മുടെ ഭവനത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് നിന്ന് വിട്ടുപോകും. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ അന്ധകാര ശക്തി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അന്ധകാര ശക്തി വിട്ടുപോകും. വചനം ഇതാണ്: മത്തായി 18:18, മർക്കോസ് 16:17, ലൂക്ക 10:19, ഫിലിപ്പി 2:10, യോഹന്നാൻ 14:14. പ്രിയപ്പെട്ടവരെ, വളരെ വിശുദ്ധിയോടും കൂടെ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ആ വചനത്തിന്റെ ശക്തി കടന്നു വരികയും അവിടുന്ന് നമ്മളെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ള അന്ധകാര ശക്തികൾ ആ നമ്മളെയും ആ സാഹചര്യത്തെയും അവിടെയും വിട്ടുപോകുന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമുണ്ട്. അദ്ദേഹം ഒരു പ്രഭു കുമാരനായിരുന്നു. കോടികൾ സമ്പത്തുള്ള ഒരു വലിയൊരു പ്രഭുവായിരുന്നു. പ്രഭുവിന്റെ മകനായിരുന്നു അദ്ദേഹം. എല്ലാവിധ സുഖലോൽപതിയിലും മുഴുകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. എന്നാൽ ഒരു മനുഷ്യൻ, ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ ഈ ഫ്രാൻസിസ് സേവ്യറിനെ എല്ലാ ദിവസവും വഴിയിൽ വെച്ച് കാണുമ്പോൾ ആ വിശുദ്ധൻ ഇങ്ങനെ പറയും: വിശുദ്ധ ഫ്രാൻസിസേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നയിച്ചാൽ എന്താണ് ഫലം? വിശുദ്ധ ഫ്രാൻസിസേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നയിച്ചാൽ എന്താണ് ഫലം? ഈ വചനം ഇങ്ങനെ പല സാഹചര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടപ്പോൾ ആ ഫ്രാൻസിസ് സേവ്യറിന്റെ ഹൃദയത്തിൽ ആ വചനം പതിഞ്ഞു. അവിടുന്ന് ആ വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ തന്റെ സ്വത്തും എല്ലാം ഉപേക്ഷിച്ച്, തന്റെ പിതാവ് തനിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ സമ്പത്തും സ്വത്തും ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു മിഷണറി ആയിട്ട് ജീവിതം പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ സമർപ്പിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങിയായിരുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പം നീ ഒരു വലിയ കടബാധ്യതയുടെ ബന്ധനത്തിലായിരിക്കാം. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിന്റെ മധ്യത്തിലാണ് നീയെങ്കിൽ നീ വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു അധ്യായമെങ്കിലും തിരുവചനം വായിക്കുക. അത് എവിടെയെങ്കിലും വെച്ച് വായിക്കാതെ ഒന്നില് മത്തായിയുടെ സുവിശേഷം പുതിയ നിയമം വായിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ വായിച്ചു തുടങ്ങുക, ഇല്ലെങ്കിൽ സങ്കീർത്തനം 1-ാം അധ്യായം മുതൽ വായിച്ചു തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഒരു എത്ര വലിയ പ്രശ്നമായിരുന്നാലും പ്രതിസന്ധി ആയിരുന്നാലും ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ അത് ദിവസവും ഒരു 33 പ്രാവശ്യം നീ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ആ വചനം എങ്ങനെയാണ്: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരണവും ഞാൻ നിനക്ക് തരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യം, ഫിലിപ്പി 4:19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഇത് ദിവസവും ഒരു 50 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് ഉരുവിടുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വരും. അന്ധകാര ശക്തിയുടെ ബന്ധനത്തിൽ നീ മോചിതനാവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഹല്ലേലൂയ എന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതം വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.